BJP കേന്ദ്ര മന്ത്രിതലത്തിൽ ശബരിമല വിഷയം വലിയ തോതിൽ തന്നെ പ്രഷർ നൽകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കേന്ദ്ര സംഘം മല കയറുന്നു. ഇനി സാക്ഷികളൊക്കെ തന്നെ പ്രതികളായി മാറുന്ന കാഴ്ചയാണോ ഉണ്ടാകുന്നത്? മണ്ഡലകാലത്തിന് ശേഷം ശബരിമല തന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കാനുള്ളൊരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് മഹേഷ് മോഹൻര് എന്നിവരിൽ നിന്നാണ് വീണ്ടും വിശദീകരണം തേടുന്നത്. വ്യക്തത വരുത്താനായി അന്വേഷണ സംഘം, SIT സംഘം അങ്ങോട്ടേക്ക് തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നാണ് തന്ത്രിയുടെ മൊഴി. എങ്ങനെ പരിചയം? ഏത് തരത്തിലായിരുന്നു ആ പരിചയം? എന്തൊക്കെയായിരുന്നു ആ പരിചയത്തിൻ്റെ പുറത്ത് അവർ അവിടെ നിന്നും നേടിയെടുത്തിട്ടുള്ളത്? ഒരു ഭക്തനെന്ന നിലയിൽ ഗോവർദ്ധൻ ക്ഷണിച്ചതുകൊണ്ടാണ് ജ്വല്ലറിയിൽ പോയതെന്നാണ് കണ്ഠരര് മഹേഷ് മോഹൻര് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൊഴി വിശ്വാസ്യതയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിലെ ഒരു ഭാഗം സംശയിക്കുന്നത്. വെറുതെ ഒരു ഭക്തൻ വിളിച്ചാൽ ജ്വല്ലറിയിലേക്ക് ഒരു തന്ത്രി പോകുമോ? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയം അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ഗോവർദ്ധനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരെല്ലാം ശബരിമലയിൽ സ്ഥിരമായി വരുന്ന വ്യക്തികളാണെന്നും അങ്ങനെ പരിചയമുണ്ടായതാണെന്നാണ് തന്ത്രി പറയുന്നത്. സ്ഥിരമായി ശബരിമലയിലെത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരുണ്ട്. അതിലെങ്ങനെയാണ് ഗോവർദ്ധനെ മാത്രം ഇത്ര അടുത്ത് പരിചയമുണ്ടായത്? അങ്ങനെ ഒരു സ്വകാര്യ പരിചയം കൂടി സ്ഥാപിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? ഇതൊക്കെയാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ് മൊഴിയെടുക്കുന്നത്. അതിനുശേഷം പ്രതിയോ സാക്ഷിയോ ആക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. നിലവിൽ സാക്ഷിയായിട്ടാണെങ്കിൽ അത് പ്രതിസ്ഥാനത്തേക്ക് മാറാൻ തന്ത്രി നൽകുന്ന മൊഴി അനുസരിച്ചായിരിക്കും, ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതനുസരിച്ചായിരിക്കും അന്വേഷണ സംഘം കടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലാണ് വിറ്റതെന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പോറ്റി ഇടനിലക്കാരായ കൽപേഷ് വഴിയാണ് ഈ വിൽപ്പന നടന്നത്. ജ്വല്ലറിയിൽ നിന്നും ഈ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത്. അതായത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ വിപുലീകരിച്ച് പ്രധാനപ്പെട്ട ഒരാളുടെ പേരടക്കം പുറത്തു വന്നിരിക്കുന്നു. അത് ശരിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദേശ വ്യവസായി ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയ ഡി മണി എന്ന വ്യക്തിയെ കണ്ടെത്താൻ SIT സംഘം തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവാദമായി ഈ പേരാണ് കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കൂടുതൽ വിവരശേഖരണത്തിനായി SIT പ്രത്യേക സ്ക്വാഡിനെ തന്നെ രൂപപ്പെടുത്തി ചെന്നൈയിലേക്ക് എത്തിച്ച് അന്വേഷണം നടത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ചെന്നൈ നഗരം കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണ സംഘം പ്രവർത്തിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായി കിട്ടുന്ന വിവരങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ച് അത് കൃത്യമായി പരിശോധിച്ച് അത് ഈ കേസുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നുള്ളതാണ് SIT നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൈമാറിയ രഹസ്യ വിവരങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന ഉന്നത IPS ഉദ്യോഗസ്ഥർ ഈ കേസിൽ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. കൂടുതൽ ഇനി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പേരടക്കം വെളിപ്പെടുത്തുമെന്ന ഭീഷണിയും VD സതീശൻ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉന്നത തലങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലായിക്കോട്ടെ IPS തലങ്ങളിലായിക്കോട്ടെ ഇതിന് വലിയ ഭയചകിതരായി നിരവധി ആളുകൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഡി മണി ആരെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരാളുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യവസായി കൊടുത്ത മൊഴിയിൽ സൂചിപ്പിച്ച ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘത്തിലുള്ളവരുമായി SIT ഉദ്യോഗസ്ഥർ തന്നെ ഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരശേഖരണത്തിനും തെളിവ് ശേഖരണത്തിനുമാണ് അന്വേഷണ സംഘം ചെന്നൈയിലെത്തിയത്. ശബരിമലയിൽ നിന്നും 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും അത് ഡി മണി എന്ന ചെന്നൈ സ്വദേശി കൈപ്പറ്റിയെന്നുമാണ് ദുബായ് വ്യവസായി കൊടുത്ത മൊഴി. ദുബായിലെ ഈ വ്യവസായിക്ക് വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാമെന്ന് ചെന്നിത്തല നേരത്തെ ആരോപിച്ചിരുന്നു. അതിനെ തുടർന്ന് ചെന്നിത്തലയുടെ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷമാണ് രേഖാമൂലം അറിയിച്ചതിനെ തുടർന്ന് SIT ഇദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ് കാര്യങ്ങളിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 2019-2020 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹങ്ങൾ കടത്തിയത്. ശബരിമലയുടെ തന്നെ ഭരണ ചുമതലയിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നതൻ ഇതിന് നേതൃത്വം നൽകിയെന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു വലിയ കള്ളക്കടത്ത് സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നത്. പോറ്റിയെ കൂടാതെ വലിയ വലിയ മീനുകൾ ഇതിന് പിന്നിലുണ്ട്. അതിനെ ഒന്നും തന്നെ കണ്ടെത്താൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹങ്ങൾക്കായിട്ടുള്ള പണം കൈമാറിയത്. അന്ന് ആ കൂട്ടത്തിൽ ഒരു മന്ത്രിതല വ്യക്തി കൂടി, ഉന്നതൻ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭരണരംഗത്തെ തന്നെ ഉന്നതനും മാത്രം പങ്കെടുത്തു.
അതാരെന്നുള്ള വിശദമായ വിവരം SIT സംഘത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകും. നിലവിൽ കിട്ടിയ ഈ മൊഴികൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പരിശോധനകൾക്ക് ശേഷമായിരിക്കും അത് SIT വെളിപ്പെടുത്തുക. മണിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് പോറ്റി ആവർത്തിച്ചു പറയുന്നെങ്കിൽ പോലും ഇത് കണക്ട് ചെയ്യാനായി നിരവധി കാരണങ്ങളുണ്ട്. ഇനി ഡി മണി എന്ന് പറയുമ്പോൾ അതൊരു വിളിപ്പേരാണെന്നും ദാവൂദ് മണിയെന്നും ദുബായ് മണിയെന്നും ഒക്കെ തന്നെ ഇയാളെ അറിയപ്പെടാറുണ്ടെന്നും പലരും പറയുന്നു. വിഗ്രഹങ്ങളിങ്ങനെ വിറ്റഴിച്ചതിലൂടെ വൻ തുകയാണ് ശബരിമല ഭരണസമിതിയുമായി അടുത്ത് ബന്ധമുള്ള ഉന്നതന് കിട്ടിയിട്ടുള്ളത്. ഇതും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഉന്നതനെ തന്നെയാണ് പത്മകുമാറും സംഘവും ഇതിനോടകം തന്നെ സംരക്ഷിച്ച് പിടിക്കുന്നത് എന്നുള്ള സംശയം SITക്ക് ബലപ്പെടുകയാണ്. വാസുവിനും അതുപോലെ തന്നെ പത്മകുമാറിനും പോറ്റിക്കും കൃത്യമായി ഡി മണിയും അതിന് മുകളിലെ ഉന്നതനെയും വ്യക്തമായി തന്നെ അറിയാം. ഡി മണിയുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ദുബായ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ വിഗ്രഹങ്ങൾ വാങ്ങിയ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് വേണ്ടി പണം കൈമാറിയെന്നും അതിനായി ഡി മണി തിരുവനന്തപുരത്തെത്തി. വിമാനമാർഗമായിരുന്നു എത്തിയത്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറെ നിർണായകമായ വിവരങ്ങൾ. ഈ വിവരങ്ങളെക്കുറിച്ച് നിലവിൽ കേരളത്തിലെ പോലീസ് സംഘം മാത്രമല്ല കേന്ദ്ര ഏജൻസിയും ഗുരുതരമായി തന്നെ നോക്കിക്കാണുന്നു. അന്വേഷിക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നത്. അതേസമയം 2019 ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും പ്രതിയാക്കുകയല്ലാതെ പോലീസിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പ്രതിയാക്കുമെന്ന നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴിയാണ് വിനയായി മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുക്കും. A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടിയായിരുന്നു ഇരുവർ. 3-അംഗ ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനത്തിന് തന്നെ മാത്രം പ്രതിയാക്കുന്നതൊട്ടും നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് പത്മകുമാർ വാദം ഉന്നയിച്ചത്. ബോർഡ് തീരുമാനത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. ഹൈക്കോടതിയുടെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിയാക്കാതെ ഇനി മറ്റു വഴിയില്ല എന്നാണ് നിയമോപദേശം കിട്ടിയിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ചർച്ച നടത്തിയപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിയപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങളും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നാണ് പത്മകുമാർ മൊഴി കൊടുത്തത്. ഈ സാഹചര്യത്തിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേക അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കേസിൽ അറസ്റ്റ് ഭയന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലും ശങ്കരദാസ് ഹർജി കൊടുത്തു. വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന ഹൈക്കോടതി നേരത്തെ തന്നെ എടുത്തുകാട്ടിയിരുന്നു. ശക്തമായി തന്നെ അന്വേഷണ സംഘത്തെ വിമർശിച്ചിരുന്നു. ഇതിനെതിരെ എന്താണ് നടപടി സ്വീകരിക്കാത്തത്, എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നടക്കം ഹൈക്കോടതി ചോദിച്ചിരുന്നു. ശങ്കരദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം നീളാത്തതിനെക്കുറിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചത്. കോടതിയുടെ ഈ വിമർശന ശരങ്ങൾക്ക് പിന്നാലെ തങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഇരുവർക്കും ഉറപ്പായി. ഇരു നേതാക്കളും കോടതിയെ സമീപിച്ചു.